ക്രിസ്തുമസ് വിചാരങ്ങളിലേക്ക് സ്വാഗതം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു ക്രിസ്തുമസും കൂടി വന്നിരിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ ഹെറോദസ് രാജാവിൻ്റെ കൊട്ടാരത്തിൽ കിഴക്ക് ദേശത്ത് നിന്ന് 3 രാജാക്കന്മാർ വന്നുകൊണ്ട് എവിടെയാണ് രക്ഷകൻ പിറന്നിരിക്കുന്നത്, യഹൂദർക്ക് വേണ്ടിയുള്ള രക്ഷകനെ അന്വേഷിക്കുന്നുണ്ട്. എന്നാൽ ഈ കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു യേശു ഈ യഹൂദരുടെയോ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെയോ മാത്രം രക്ഷകനല്ല. യേശു ലോകത്തിൻ്റെ മുഴുവൻ രക്ഷകനാണ്. അതുകൊണ്ടാണ് ലൂക്കാസ് സുവിശേഷം 2-ാം അധ്യായത്തിൽ മാലാഖ സ്വർഗത്തിൽ നിന്നുള്ള സന്ദേശം ഇങ്ങനെ അറിയിച്ചത്: സകല ജനത്തിനും വേണ്ടിയുള്ള സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് യേശു സകല ജനത്തിനും വേണ്ടിയുള്ള രക്ഷകനാണ്. ഡിസംബർ 1 മുതൽ എല്ലാ കൊല്ലവും നമ്മൾ നോയമ്പൊക്കെ ആചരിച്ച് സ്വയം വിശുദ്ധീകരിച്ച് ക്രിസ്തുമസ് ആഘോഷിക്കാറുണ്ട്. എന്നാൽ ഈ വർഷം അങ്ങനെ ആകരുത്. എല്ലാ വർഷത്തേലും വിട്ട് ഈ 2023 ഒരു പ്രത്യേകതയുണ്ടാകണം. ഡിസംബർ 1 മുതൽ 24 വരെയുള്ള ഡേറ്റിൽ 24 ദിവസങ്ങളിൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പുൽക്കൂട് നമ്മൾ കെട്ടിയൊരുക്കണം. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലെ ഹൃദയത്തിൽ ഒരു ഉണ്ണിയേശുവിന് ജനിക്കാനുള്ള ഒരു ഇടം നമ്മൾ ഉണ്ടാക്കണം. അതാവണം ഈ നോയമ്പ് കാലം. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ യേശു പറഞ്ഞില്ലേ, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. അപ്പോൾ നമ്മൾ ലോകത്തിൻ്റെ പ്രകാശമായിട്ട് തീരും. നമ്മളിലുള്ള യേശുവിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. അങ്ങനെ ഒരു ക്രിസ്തുമസ് നമുക്ക് ആഘോഷിക്കാൻ ഇടവരുത്തണമെന്നാണ് എൻ്റെ ഈ സന്ദേശത്തിലൂടെ നിങ്ങളെ അറിയിക്കാൻ. ഈ 2023 ഈ വർഷത്തെ ക്രിസ്തുമസ് നമ്മൾ ഓരോരുത്തരും വഴി യേശുവിനെ ലോകം മുഴുവൻ അറിയാൻ ഇടവരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. പ്രൈസ് ദി ലോർഡ്.